അധ്യായം 16, 15 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. മത്സരികൾക്ക് ശിക്ഷ. മോശ കുപിതനായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അവരുടെ കാഴ്ചകൾ സ്വീകരിക്കരുതേ. ഞാൻ അവരുടെ ഒരു കഴുതയെപ്പോലും എടുത്തിട്ടില്ല, അവരിൽ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. മോശ കോറഹിനോട് പറഞ്ഞു, നീയും നിന്റെ അനുയായികളും നാളെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകണം. നിങ്ങളോടൊപ്പം അഹ്റോനും ഉണ്ടായിരിക്കും. ഓരോരുത്തനും സ്വന്തം ധൂപകലശത്തിൽ കുന്തുരുക്കമിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ആകെ 250 ധൂപകലശങ്ങൾ. നീയും അഹ്റോനും സ്വന്തം ധൂപകലശവുമായി വരണം. ഓരോരുത്തനും തൻ്റെ ധൂപകലശമെടുത്ത് അതിൽ തീയും കുന്തുരുക്കവുമിട്ട് മോശയോടും അഹ്റോനോടും ഒപ്പം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നു. കോറഹ് സമൂഹത്തെ മുഴുവൻ സമാഗമ കൂടാര വാതിൽക്കൽ മോശയ്ക്കും അഹ്റോനും എതിരെ ഒരുമിച്ച് കൂട്ടി. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഞാൻ ഇവരെ ഇപ്പോൾ സംഹരിക്കും. ഇവരിൽ നിന്ന് മാറി നിന്നുകൊള്ളുവിൻ. അവർ താണു വീണു പറഞ്ഞു, സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ? കർത്താവ് മോശയോട് അരുളി ചെയ്തു, കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്ന് മാറിപ്പോകാൻ ജനത്തോട് പറയുക. അപ്പോൾ മോശ ദാത്താൻ്റെയും അബീറാമിൻ്റെയും അടുത്തേക്ക് ചെന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു. മോശ സമൂഹത്തോട് പറഞ്ഞു, ഇവരുടെ പാപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കേണ്ടതിന് ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവിൻ. അവരുടെ വസ്തുക്കളെ പോലും സ്പർശിക്കരുത്. കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ജനം ഒഴിഞ്ഞു മാറി. ദാത്താനും അബീറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തു വന്നു, തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ നിന്നു. മോശ പറഞ്ഞു, ഈ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും അവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങൾ അറിയും. എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെയാണ് ഇവർ മരിക്കുന്നതെങ്കിൽ, എല്ലാ മനുഷ്യരുടെയും വിധി തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ ഭൂമി വാ പിളർന്ന് അവരെയും അവർക്കുള്ളവയെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ നിന്ദിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു. ഭൂമി വാ പിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു. ഭൂമി അവരെ മൂടി. അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി. അവരുടെ നിലവിളി കേട്ട് ചുറ്റും നിന്ന ഇസ്രായേല്യർ, ഭൂമി നമ്മെ കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയകന്നു. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. കർത്താവിൻ്റെ വചനം.